നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വീക്കെൻഡില് നിങ്ങൾ റിലാക്സ് ചെയ്ത് വീട്ടിലിരുന്ന് ടിവി കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളുടെ ഡോർബെൽ റിങ് ചെയ്യാണ്. ഡോർ തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ 5, 6 ഫ്രണ്ട്സ് നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വളരെ ഹാപ്പിയാണ്. പക്ഷേ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വന്നിരിക്കുന്നത് ഉച്ച സമയത്താണ്. ഇവരാരും ഫുഡ് കഴിച്ചിട്ടില്ല. ഇവർക്ക് ഫുഡ് കൊടുക്കണം. നിങ്ങളാണെങ്കിൽ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷെ നിങ്ങൾ വറീഡ് അല്ല. കാരണം എന്ന് പറയുന്നത് അറ്റ് എ ക്ലിക്ക് ഓഫ് എ ബട്ടൺ ഒരു ആപ്പ് തുറന്ന് അതിലുള്ള പല റെസ്റ്റോറൻറ്റ്സിൽ നിന്നും ഇഷ്ടമുള്ള റെസ്റ്റോറന്റിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാൻ സാധിക്കും. എന്ന് മാത്രമല്ല ഈ ഓർഡർ ചെയ്യുന്ന ഫുഡ് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ഒരു ഡെലിവറി പാർട്ട്ണർ കൊണ്ട് തരികയും ചെയ്യും. എത്ര കൺവീനിയന്റ് ആണ് അല്ലെ? പക്ഷെ ഈ കൺവീനിയൻസിന്റെ ഒക്കെ പിറകില് ഡെലിവറി പാർട്ട്നേഴ്സും റെസ്റ്റോറൻറ്റ്സും അൽഗോറിതംസും ഒക്കെയുള്ള ഒരു $1 ബില്യൺ ബിസിനസ് ഈക്കോ സിസ്റ്റം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നു. ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ബിസിനസ് ഈക്കോ സിസ്റ്റത്തിലെ ഒരു മേജർ പ്ലെയർ ആയ സൊമാറ്റോയെ പറ്റിയാണ്. സൊമാറ്റോ എങ്ങനെയാണ് തുടങ്ങിയത്? ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് സ്റ്റാർട്ടപ്സ് ആയിട്ട് അവരെങ്ങനെ മാറി? അവരുടെ ബിസിനസ് മോഡൽ എന്തൊക്കെയാണ്? അവരുടെ റവന്യൂ സ്ട്രീംസ് എന്തൊക്കെയാണ്? അവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ ആസ് ബിസിനസ് സ്റ്റുഡൻസ്, ബിസിനസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ എന്ന രീതിയിൽ നമുക്ക് സൊമാറ്റോയിൽ നിന്നും പഠിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ബിസിനസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വാച്ച് ദ ഫുൾ വീഡിയോ. ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. ഹലോ, മൈ നെയിം ഇസ് അക്കിൻ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ സൊമാറ്റോയുടെ കഥ തുടങ്ങുന്നത് 2008 ദീപീന്ദർ ആൻഡ് പങ്കജ് എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കള് ചെറുതാണെങ്കിലും വളരെ അനോയിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുകയാണ്. അവരുടെ ഓഫീസിലെ കഫറ്റീരിയയിൽ എപ്പോഴും വലിയ ക്യൂ ആണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഓർഡർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ആൾക്കാർ മെനു നോക്കി കളയുന്നു എന്നതായിരുന്നു. ഇവർ പല സുഹൃത്തുക്കളും പുറത്തു പോകുന്ന സമയത്തും പുറത്ത് റെസ്റ്റോറൻറ്റ്സിൽ പോകുന്ന സമയത്തും ഇതേ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് എന്നവർ മനസ്സിലാക്കി. ആൻഡ് ഈ പ്രോബ്ലത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അവരുണ്ടാക്കി. മെന്യൂസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ്. അപ്പോൾ ഈ വെബ്സൈറ്റ് 2 കൈയും നീട്ടിയാണ് ആൾക്കാർ സ്വീകരിച്ചത്. കാരണം ഒരു കടയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ കടയിലെ മെനു കാണാൻ സാധിക്കും. എന്തൊക്കെ വിഭവങ്ങളാണ് അവിടെ ഉള്ളത്, അതിന് എത്ര വിലയാണ് എന്നൊക്കെ കാണുവാനും അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് വാങ്ങണം എന്നുള്ള തീരുമാനം എടുക്കുവാനും ഈ വെബ്സൈറ്റ് അവരെ സഹായിച്ചു. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൊമാറ്റോ തുടങ്ങിയത് ഒരു ഫുഡ് ഡെലിവറി ബിസിനസ് ആയിട്ടല്ല, ഒരു ഫുഡ് ഡിസ്കവറി ബിസിനസ് ആയിട്ടാണ്. അപ്പോൾ ഒരു ഫുഡ് ഡിസ്കവറി ബിസിനസ്സിൽ നിന്നും ഒരു മെനു സ്കാനിങ് വെബ്സൈറ്റിൽ നിന്നും ഒരു $multi-billion ബിസിനസ് ആയിട്ട് സൊമാറ്റോ എങ്ങനെയാണ് വളർന്നത്? അപ്പൊ അവരുടെ ഈ ജേർണി ചില കീ മൈൽ സ്റ്റോൺസിലൂടെ ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം സൊമാറ്റോയുടെ ബിസിനസ് മോഡലിനെ പറ്റിയും റവന്യൂ സ്ട്രീംസിനെ പറ്റിയും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സൊമാറ്റോയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2008 ആൻഡ് 2008 അവരൊരു മെനു സ്കാനിങ് വെബ്സൈറ്റായി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പേര് സൊമാറ്റോ എന്നായിരുന്നില്ല, പകരം ഫുഡി വേ എന്നായിരുന്നു. ആൻഡ് അവരുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. മെനു ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ്. ആൻഡ് അവരുടെ ഇനിഷ്യൽ പ്രൊഡക്റ്റ് എന്തായിരുന്നു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. റെസ്റ്റോറൻറ്റ്സിന്റെ മെന്യൂസ് കാണാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ്. ഇതിനുശേഷം 2010 അടുത്തൊരു മേജർ ചേഞ്ച് വരുന്നത്. 2010 ആകുമ്പോഴത്തേക്കും ഇവര് റീബ്രാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആൻഡ് ആ റീബ്രാൻഡിങ്ങിലാണ് സൊമാറ്റോ എന്ന നമുക്ക് എല്ലാവർക്കും ഇന്ന് അറിയാവുന്ന പേര് അവർ സ്വീകരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ബിസിനസ്സിലും ഇവർ ചെറിയ ചേഞ്ച് കൊണ്ടുവന്നു. വെറും ഒരു മെനു സ്കാനിങ് വെബ്സൈറ്റിൽ നിന്നും ഒരു ഫുഡ് ഡിസ്കവറി പ്ലാറ്റ്ഫോമായി അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് ഡയറക്ടറിയായി അവർ മാറുകയായിരുന്നു. അതായത് ഇനിഷ്യലി ചില റെസ്റ്റോറന്റുകളുടെ മെനു മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അവർ കൂടുതൽ ഫീച്ചേഴ്സ് ഈ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അതായത് അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് റിവ്യൂ ആഡ് ചെയ്യാനുള്ള ഫീച്ചർ, അതുപോലെ ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഫീച്ചർ, അവരുടെ റേറ്റിംഗ്സ് കൊടുക്കാനുള്ള ഫീച്ചർ. ആൻഡ് ഇതിന് മുമ്പുള്ള പ്രൊഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. കാരണം ഇനിഷ്യലി ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മെനു മാത്രം കാണാൻ പറ്റുന്ന വെബ്സൈറ്റ് ആയിരുന്നു. പക്ഷെ പുതിയ വെബ്സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരാൾക്ക് ഡിസിഷൻ എടുക്കാൻ കുറച്ചും കൂടെ ഉപകാരപ്രദമായ ചില ഫീച്ചേഴ്സ് വന്നു. അതായത് മെനുവിനോടൊപ്പം മറ്റാൾക്കാർ പോയി കഴിച്ചതിന്റെ ഫീഡ്ബാക്ക് എന്തൊക്കെയാണ്, അവിടുത്തെ ഫുഡ് നല്ലതാണോ, അവിടുത്തെ ആംബിയൻസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളും കൂടെ കണ്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട്
പുതിയ ഫീച്ചേഴ്സ് കസ്റ്റമേഴ്സിനെ സഹായിച്ചു. അപ്പൊ ഇതിന് ശേഷം 2015 സൊമാറ്റോ എന്ന ബിസിനസിന്റെ ലൈഫിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് നടക്കുന്നത്. 2015 അവർ ഫുഡ് ഡെലിവറി ബിസിനസ്സിലേക്ക് ഇറങ്ങാനായി തീരുമാനിക്കുകയാണ്. കേവലം ഒരു റെസ്റ്റോറന്റ് ഡിസ്കവറി പ്ലാറ്റ്ഫോമിൽ നിന്നും അവർ ഫുഡ് ഡെലിവറി ബിസിനസ് ആരംഭിക്കുന്നത് 2015 ആൻഡ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് 2015 ഇവർ ആരംഭിക്കുന്ന സമയത്ത് ഇവർക്ക് സ്വന്തമായി ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഡെലിവറി, ഗ്രാബ് അതുപോലെയുള്ള ലോജിസ്റ്റിക്സ് കമ്പനികളുമായി ടൈഅപ്പ് ചെയ്തിട്ടാണ് അവരുടെ ഇനിഷ്യൽ ഡേയ്സിൽ അവര് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഫുഡ് ഡെലിവറി ബിസിനസ് ആരംഭിച്ചതിന് ശേഷം 2018 മറ്റൊരു മൈൽ സ്റ്റോൺ സൊമാറ്റോ സ്വന്തമാക്കുകയാണ്. അവിടെ ഒരു യൂണിക്കോണായി മാറുകയാണ്. അപ്പൊ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും യൂണിക്കോൺ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ഡൗട്ട് ഉണ്ടാകും. വളരെ സിമ്പിൾ ആയി പറഞ്ഞു തരികയാണെങ്കിൽ 2 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന കമ്പനികളെ നമുക്ക് യൂണിക്കോൺ എന്ന് വിളിക്കാനായി സാധിക്കും. അതിലെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ കമ്പനി പ്രൈവറ്റ്ലി ഓൺഡ് കമ്പനി ആയിരിക്കണം എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആവാൻ പാടില്ല. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞത് $1 ബില്യൺ ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യൻ രൂപയുടെ ഒരു മൂല്യം വെച്ച് ഏതാണ്ട് 8600 കോടി രൂപയായിരിക്കണം. അപ്പോൾ $1 ബില്യൺ വാല്യുവേഷനുള്ള പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ള കമ്പനീസിനെ യൂണിക്കോൺസ് എന്ന് വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ 2018 സൊമാറ്റോ ഒരു യൂണിക്കോണായി മാറുകയാണ്. ഇതിനുശേഷം വീണ്ടും 3 വർഷത്തിന് ശേഷം 2021 സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനിയുടെ ലൈഫിലെ മറ്റൊരു മേജർ ഇവന്റ് നടത്തുകയാണ്. അവര് IPO ചെയ്യുകയാണ്, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചെയ്യുകയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ കമ്പനി ലിസ്റ്റ് ചെയ്യുകയാണ്. ഈ IPOയിലൂടെ ഇന്ത്യയിൽ ആദ്യമായി IPO ചെയ്യുന്ന ഫുഡ് ടെക് ബിസിനസ് ആയി അവർ മാറുകയാണ്. അതിനുശേഷം 2022 ആവുമ്പോഴത്തേക്കും ബ്ലിങ്കിറ്റിനെയൊക്കെ അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വീഡിയോയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ സൊമാറ്റോ എന്ന് പറയുന്ന ബിസിനസിന്റെ ലൈഫ് ടൈമിൽ നടന്നിട്ടുള്ള ചില മേജർ ഇവന്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ വളരെ സിമ്പിളായി കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും സൊമാറ്റോ എന്ന് പറയുന്ന ബിസിനസ്സിന് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അവർ തുടങ്ങിയ സമയത്ത് സ്വിഗ്ഗിയിൽ നിന്നും ഊബർ ഈറ്റ്സിൽ നിന്നും ഒക്കെ കനത്ത കോമ്പറ്റീഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഓപ്പറേഷൻ എക്സ്പെൻസസിന് പോലും പൈസ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് പോലും കമ്പനി പലവട്ടം എത്തിയിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് സൊമാറ്റോയുടെ ബിസിനസ് മോഡൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം സൊമാറ്റോ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, അവരുടെ റവന്യൂ സ്ട്രീംസ് ഏതൊക്കെയാണെന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ഒരു ഭാഗമായിരിക്കും ഇത്. അപ്പോൾ സൊമാറ്റോയുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഒരു മൾട്ടി സൈഡഡ് ബിസിനസ് മോഡലാണ്. ആൻഡ് ഇതിന്റെ ഒരു മെയിൻ പില്ലേഴ്സ് എന്ന് പറയുന്നത് 3 പേരാണ്. ആ 3 പേരെന്ന് പറയുന്നത് കസ്റ്റമേഴ്സ്, റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഡെലിവറി പാർട്ട്നേഴ്സ് ആണ്. സോ ഈ 3 പേരാണ് സൊമാറ്റോയുടെ ഈ ഓപ്പറേഷൻസിനെയൊക്കെ റണ്ണ് ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് ഈ 3 പേർക്കും സൊമാറ്റോയിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്താലോ. ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് സൊമാറ്റോ കൊടുക്കുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൺവീനിയൻസ് ആണ്. ഓക്കെ, ഒരു ആൾക്ക് അവരുടെ വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ അവിടെ നിന്നും പുറത്തിറങ്ങാതെ തന്നെ അവരുടെ ഇഷ്ടമുള്ള റെസ്റ്റോറന്റിൽ നിന്നും ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യുവാനും അത് അവരുടെ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ അവരെത്തിച്ചു കൊടുക്കുകയും അവിടെ തന്നെ ഇരുന്ന് കഴിക്കുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സൊമാറ്റോ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കൺവീനിയൻസ് തന്നെയാണ് കസ്റ്റമറിന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റെസ്റ്റോറന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ റെസ്റ്റോറന്റ് സൊമാറ്റോയിലൂടെ 2 ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിലെ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വിസിബിലിറ്റി ആണ്. ഓക്കെ, അതായത് ഒരിക്കൽ പോലും ആ കടയിൽ ഇൻ പേഴ്സൺ പോയി കഴിക്കാൻ സാധ്യതയില്ലാത്ത ആൾക്കാർ പോലും ആ റെസ്റ്റോറന്റിനെ സൊമാറ്റോയിൽ കാണുമ്പോൾ എന്താണ് അവിടെ നിന്നും ഒന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ബേസിക്കലി സൊമാറ്റോ റെസ്റ്റോറൻറ്റ്സിന് അവരുടെ ബിസിനസ് കൂട്ടാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. സൊമാറ്റോ ബിസിനസ്സസിന് കൊടുക്കുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡെലിവറി ലോജിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഒരു കസ്റ്റമർ ഈ റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ
റെസ്റ്റോറന്റിൽ നിന്നും കസ്റ്റമറിലേക്ക് എങ്ങനെ ഫുഡ് എത്തിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു രീതിയിലുള്ള തലവേദനയും ഈ റെസ്റ്റോറന്റിന്റെ ഓണറോ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഫുള്ളായിട്ട് സൊമാറ്റോ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. റെസ്റ്റോറന്റ് ആകെ ചെയ്യേണ്ടത് ഓർഡർ വരുന്ന സമയത്ത് ഫുഡ് സമയത്ത് റെഡിയാക്കി വെക്കുക, ആൻഡ് സൊമാറ്റോയുടെ ഡെലിവറി പാർട്ണർ ആ ഫുഡ് അവിടെ നിന്ന് പിക്കപ്പ് ചെയ്ത് കസ്റ്റമറിന്റെ അടുത്ത് കൊണ്ടുപോയി ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സോ റെസ്റ്റോറൻറ്റ്സിന് രണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയാം. ഒന്ന്, അവരുടെ വിസിബിലിറ്റി കൂട്ടാൻ സൊമാറ്റോ സഹായിക്കുന്നു. രണ്ട് എന്ന് പറയുന്നത് ഡെലിവറി ലോജിസ്റ്റിക്സും സൊമാറ്റോ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമതായി നമ്മുടെ ഡെലിവറി പാർട്ട്നേഴ്സിന്റെ കേസ് എടുക്കാം. ഡെലിവറി പാർട്ട്നേഴ്സിന് സൊമാറ്റോയിലൂടെ എന്ത് ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത്? ബേസിക്കലി ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള വഴിയാണ് സൊമാറ്റോ ഡെലിവറി പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഫ്രീഡം ആഗ്രഹിക്കുന്നവർക്ക്, അവരുടെ ഓൺ ടേംസിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ സൊമാറ്റോ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെ? അവരുടെ ഇഷ്ടമുള്ള ടൈമിൽ വർക്ക് ചെയ്യാം. ആ ടൈമിൽ ഒരു പൈസ ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കും. ആൻഡ് പലരും പാർട്ട് ടൈം ആയിട്ട് സൊമാറ്റോയിൽ വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരാണ്. പക്ഷെ ഡെലിവറി പാർട്ട്നേഴ്സിന്റെ കേസ് നമുക്കറിയാം, റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഫുഡ് കൊണ്ട് തരുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് താങ്ക് യു ബ്രോ എന്നെങ്കിലും നമുക്കൊന്ന് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊക്കെ അവർക്ക് കിട്ടുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ അവർക്ക് അർഹിക്കുന്ന ഒരു റെസ്പെക്ട് കൊടുക്കുക, അല്ലെ? പലയിടത്തു നിന്നും അവർക്ക് കിട്ടുന്നില്ല, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്, അല്ലെ? സോ നമ്മൾ ഡെലിവറി പാർട്ട്നേഴ്സിന്റെ കേസ് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് സൊമാറ്റോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ സൊമാറ്റോയുടെ ബിസിനസ് മോഡലിലെ 3 പ്രധാന പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് കസ്റ്റമേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഡെലിവറി പാർട്ട്നേഴ്സ്. ആൻഡ് ഇവർക്ക് സൊമാറ്റോയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നമ്മൾ ഇതിനെ ഒന്ന് പ്രോപ്പറായി വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാകും സൊമാറ്റോയുടെ ബിസിനസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ 3 പേരെ കണക്ട് ചെയ്യുന്നതാണ്, അല്ലെ? റെസ്റ്റോറൻറ്റ്സിനെയും കസ്റ്റമേഴ്സിനെയും ഡെലിവറി പാർട്ട്നേഴ്സിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു മിഡിൽ മാൻ ആണ് സൊമാറ്റോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് എങ്ങനെയാണ് ഇവര് ശരിക്കും ഇവരെയൊക്കെ കണക്ട് ചെയ്യുന്നത്? വിത്ത് ദ പവർ ഓഫ് ടെക്നോളജി, അല്ലെ? ശരിക്കും ഞാൻ ആലോചിച്ച് അതിശയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നാറുണ്ട്. ടെക്നോളജിയുടെ പവർ എത്ര വലുതാണല്ലേ? അത് റൈറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് ആൾക്കാരെ കണക്ട് ചെയ്യാനും ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഈ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ സൊമാറ്റോയുടെ ബിസിനസ് മോഡലിനെ പറ്റിയിട്ട് നമ്മൾ ക്വിക്കായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തു. ഇനിയും അവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, അവരുടെ റവന്യൂ സ്ട്രീംസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? സോ സൊമാറ്റോയുടെ ആദ്യത്തെ റവന്യൂ സ്ട്രീം എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ്സിൽ നിന്നുമുള്ള കമ്മീഷൻസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഒരു കസ്റ്റമർ സൊമാറ്റോയിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ആ ഓർഡർ വാല്യൂവിന്റെ 15 മുതൽ 25% വരെ സൊമാറ്റോ കമ്മീഷനായി ചാർജ് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി സൊമാറ്റോയിൽ നിന്നും 1000 രൂപയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1000 രൂപ, അല്ലെ? ഈ 1000 രൂപയുടെ 15 മുതൽ 25% വരെ എന്ന് പറയുമ്പോൾ 150 മുതൽ 250 രൂപ വരെ സൊമാറ്റോ കമ്മീഷനായി എടുക്കുന്നതായിരിക്കും. ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും റെസ്റ്റോറന്റിന് ലഭിക്കുന്നത്. ആൻഡ് പല റെസ്റ്റോറന്റുകളും അവരുടെ കടയിലുള്ളതിനേക്കാൾ ഹയർ റേറ്റ് സൊമാറ്റോയിൽ ചാർജ് ചെയ്യാനുള്ളതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഇനി സൊമാറ്റോയുടെ അടുത്തൊരു റവന്യൂ സ്ട്രീം എന്ന് പറയുന്നത് ഡെലിവറി ചാർജസ് ആണ്. അപ്പോ സൊമാറ്റോ ആപ്പിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ ചാർജസിന്റെ കൂട്ടത്തില് ഡെലിവറി ചാർജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർജസും കൂടെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്, അല്ലെ? അപ്പോ കുറെ പേരൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും ഈ ഡെലിവറി ചാർജസ് ഫുള്ളായിട്ട് നമുക്ക് ഫുഡ് കൊണ്ടു തരുന്ന ഡെലിവറി പാർട്ട്ണറിനാണ് പോകുന്നതെന്ന്, അല്ലെ? ഒരിക്കലും അല്ല. സൊമാറ്റോ ഡെലിവറി പാർട്ട്ണറിന് നമ്മൾ കൊടുക്കുന്ന ഡെലിവറി ഫീസിന്റെ ഒരു ഭാഗമാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് സൊമാറ്റോയുടെ റവന്യൂ ആണ്. സൊമാറ്റോയുടെ മറ്റൊരു റവന്യൂ എന്ന് പറയുന്നത് സൊമാറ്റോ പ്രോ സബ്സ്ക്രിപ്ഷൻസ് ആണ്. സോ ബേസിക്കലി സൊമാറ്റോ പ്രോ സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡീൽസും ഓഫേഴ്സും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രീമിയം സർവീസ് ആണ്. അടുത്തതായി അഡ്വർടൈസിംഗ് റവന്യൂ ആണ് സൊമാറ്റോയുടെ
മറ്റൊരു റവന്യൂ സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോ സൊമാറ്റോയുടെ ആപ്പ് തുറന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ സാധാരണ രീതിയിൽ ഒരാൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അയാൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആദ്യം കാണുന്ന കുറച്ച് റെസ്റ്റോറൻറ്റ്സിൽ നിന്നുമായിരിക്കും അയാൾ ഒബ്വിയസ്ലി ഫുഡ് ഓർഡർ ചെയ്യുന്നത്. ആ ആപ്പ് ഫുള്ള് സ്വൈപ്പ് ചെയ്ത് നോക്കാനുള്ള സമയമോ ക്ഷമയോ ഒന്നും ഇത് യൂസ് ചെയ്യുന്ന പലർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. സോ ഇത് റെസ്റ്റോറൻറ്റ്സിനും അറിയാം അല്ലെ? റെസ്റ്റോറന്റ് ഓണേഴ്സിനും അറിയാം. അപ്പൊ അവരെന്ത് ചെയ്യും? സെർച്ച് റിസൾട്ട്സിൽ ടോപ്പിൽ വരാൻ വേണ്ടിയിട്ട് സൊമാറ്റോയ്ക്ക് എന്ത് ചെയ്യും? ഒരു ഫീസ് കൊടുക്കും, ഒരു അഡ്വർടൈസിങ് ഫീസ് കൊടുക്കും. ആൻഡ് ഇതും സൊമാറ്റോയുടെ ഒരു റവന്യൂ ആണ്. ഇനി അധികം ആർക്കും അറിയാത്ത സൊമാറ്റോയുടെ ഒരു റവന്യൂ സ്ട്രീം പരിചയപ്പെട്ടാലോ? ഹൈപ്പർ പ്യൂർ. ഹൈപ്പർ പ്യൂർ എന്ന് പറയുന്നത് സൊമാറ്റോയുടെ B2B ബിസിനസ് ആണ്. അതായത് സൊമാറ്റോയുടെ ഫുഡ് ഡെലിവറി ബിസിനസ്സിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ ആണ് ഹൈപ്പർ പ്യൂർ എന്ന് പറയുന്ന ബിസിനസ്. പക്ഷെ സെയിം കമ്പനി തന്നെയാണ് ഇതിനെ ഓൺ ചെയ്യുന്നത്. അപ്പൊ ഹൈപ്പർ പ്യൂർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സിന് അവർക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇതൊരു B2B ബിസിനസ് ആയതുകൊണ്ട് തന്നെ സൊമാറ്റോയുടെ ഫുഡ് ഡെലിവറി ബിസിനസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റ് മാർജിൻ ഇവിടെ കൂടുതലാണ്. കാരണം ഇവര് റെസ്റ്റോറൻറ്റ്സിന് ഡയറക്റ്റ് ആയി അവർക്ക് വേണ്ട ഫ്രഷ് ഇൻഗ്രീഡിയൻസ് എത്തിച്ചു കൊടുക്കുകയാണ്. ആൻഡ് ഒബ്വിയസ്ലി അവരുടെ പ്രോഫിറ്റ് മാർജിന് ഹയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സൊമാറ്റോയുടെ മറ്റൊരു ബിസിനസ് വെർട്ടിക്കലാണ് അവര് 2022 അക്വയർ ചെയ്ത ബ്ലിങ്കിറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. സോ ബ്ലിങ്കിറ്റ് എന്ന് പറയുന്നത് ഒരു ക്വിക്ക് സർവീസ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, അപ്പൊ സൊമാറ്റോയുടെ ഫുഡ് ഡെലിവറി ആപ്പിൽ നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡയറക്റ്റ് റെസ്റ്റോറൻറ്റ്സിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ബാംഗ്ലൂർ, മുംബൈ പോലെയുള്ള മെട്രോ സിറ്റീസിൽ ബ്ലിങ്കിറ്റ് ഓപ്പറേഷണൽ ആണ്. അതിന് 10 മിനിറ്റിനുള്ളിൽ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ തൊട്ട് ഗാഡ്ജറ്റ്സ് വരെ, ഹെഡ്ഫോൺസ്, PS5 വരെയുള്ള ഗാഡ്ജറ്റ്സ് വരെ ഇവര് എത്തിച്ചു കൊടുക്കുന്ന ഒരു ബിസിനസ് ആണ് ബ്ലിങ്കിറ്റ് എന്ന് പറയുന്നത്. അതിന് 2022 അവർ ബ്ലിങ്കിറ്റിനെ അക്വയർ ചെയ്യുന്നത്. ആ അക്വിസിഷനിലൂടെ സെപ്റ്റോ, സ്വിഗ്ഗി, ഇൻസ്റ്റമാർട്ട്, ബിഗ് ബാസ്ക്കറ്റ് എന്നിങ്ങനെയുള്ള പല ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോംസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനും സൊമാറ്റോയ്ക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇന്ന് ഇപ്പോഴത്തെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും അധികം റവന്യൂ കൊണ്ടുവരുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ബ്ലിങ്കിറ്റ് ആണ്. അപ്പോൾ സൊമാറ്റോയുടെ ബിസിനസ് മോഡലിനെ പറ്റിയും റവന്യൂ സ്ട്രീംസിനെ പറ്റിയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ഇനി ബിസിനസ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ, ബിസിനസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെന്ന രീതിയിൽ സൊമാറ്റോയിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ? അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മെയിനായിട്ട് നോട്ടീസ് ചെയ്തിട്ടുള്ളത് 3 പാഠങ്ങളാണ്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് സോൾവ് റിയൽ പ്രോബ്ലംസ് എന്നതാണ്. നമുക്കറിയാം സൊമാറ്റോ തുടങ്ങിയത് അല്ലെങ്കിൽ ഇതിന്റെ ഐഡിയ തുടങ്ങുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ റിയൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടാണ്. ആൾക്കാർ ഫേസ് ചെയ്ത മെയിൻ ഒരു പ്രോബ്ലം വളരെ ലോങ് ക്യൂസ് ആണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? അവിടെ മെനു നോക്കി ഒരുപാട് സമയം കളയുന്നുണ്ട്. ആൻഡ് അതിന് അവർ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷനുമായിട്ട് വന്നു. ആൻഡ് ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന സൊമാറ്റോയിലേക്കുള്ള ആ വലിയ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടാണ്. സോ ബിസിനസ് ഐഡിയാസ് ഒക്കെ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് സോൾവ് റിയൽ പ്രോബ്ലംസ്. നമ്മുടെ ചുറ്റിനുമുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് അതിന് പറ്റിയ ഏറ്റവും നല്ല സൊല്യൂഷൻസ്, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക. ആൻഡ് അതിന് ഒബ്വിയസ്ലി നല്ല ബിസിനസ്സസ് ആയി വളരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആൻഡ് സൊമാറ്റോയിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി ആണ്. നമുക്കറിയാം സൊമാറ്റോ കറക്റ്റ് സമയത്ത് ഒരു റെസ്റ്റോറന്റ് ഡിസ്കവറി പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമിലേക്ക് മാറിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് സൊമാറ്റോയ്ക്ക് വളരുവാൻ സാധിച്ചതും ഇന്ത്യയിൽ തന്നെയുള്ള പലരുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗമാവാൻ അവർക്ക് സാധിച്ചതും. സോ ആസ് ബിസിനസ് ഓണേഴ്സ് നമ്മൾ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസിനെ നോക്കണം. നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുൻപിൽ വരുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസിനെ ഗ്രാബ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. ചേഞ്ചസിനോട് നമ്മൾ ഓപ്പൺ ആയിരിക്കണം, നമ്മൾ അഡാപ്റ്റബിൾ ആയിരിക്കണം. കാരണം അതിലൂടെ ആയിരിക്കും നമ്മുടെ ഗ്രോത്ത് സംഭവിക്കുക. ആൻഡ് സൊമാറ്റോയിൽ നിന്നുള്ള മൂന്നാമത്തെ ടേക്ക് അവേ, മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ക്രിയേറ്റ് മൾട്ടിപ്പിൾ റവന്യൂ സ്ട്രീംസ് എന്നതാണ്.
കാരണം നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റവന്യൂ സ്ട്രീംസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു റവന്യൂ സ്ട്രീം ഒരു ചലഞ്ച് ഫേസ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ ഒരു ബിസിനസ് വെർട്ടിക്കല് ചില പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ പോലും ബാക്കിയുള്ള ബിസിനസ് വെർട്ടിക്കൽസിൽ നിന്നും വരുന്ന പൈസ ഉപയോഗിച്ച് നമുക്ക് ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും ഈ സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ടും നമുക്ക് സാധിക്കുന്നതായിരിക്കും. സോ ഇതാണ് ഞാൻ സൊമാറ്റോയിൽ നിന്നും നോട്ട് ചെയ്ത പ്രധാനപ്പെട്ട 3 പാഠങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിൽ അറിയിക്കുക. എല്ലാവർക്കും അത് ഉപകാരപ്രദമാകുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ സൊമാറ്റോ എന്ന് പറയുന്ന ബിസിനസ് എങ്ങനെയാണ് ആരംഭിച്ചത്, അവരുടെ ബിസിനസ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അവരെങ്ങനെയൊക്കെയാണ് റവന്യൂ ഉണ്ടാക്കുന്നത്, അവരിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇതുവരെ കണ്ട ആൾക്കാർ ഒബ്വിയസ്ലി ബിസിനസ്സിനോട് നല്ല രീതിയിലുള്ള താല്പര്യം ഉള്ളവരാണ് എന്ന് എനിക്കറിയാം. നിങ്ങൾക്കിത് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കുക. ഇനി മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ വീഡിയോസ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ട് എന്തായാലും കമന്റിലൂടെ അറിയിക്കുക. ബിസിനസ്സിന് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ബിസിനസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് കീപ് സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു എവരിവൺ.